വിശ്വനാഥനൊന്നും പറഞ്ഞില്ല. പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ എനിക്കിത്തിരി വിഷമമുണ്ട്, അറിയാം. എന്നാലും എനിക്ക് വേണ്ടി, എൻ്റെ കുട്ടിക്ക് വേണ്ടി പെട്ടെന്നൊരു തീരുമാനം എടുത്തേ പറ്റൂ വിശ്വനാഥൻ. കാലു പിടിക്കാൻ ഞാൻ. ഈശ്വര ശാപം കിട്ടണൊരു കാര്യം തലയിലെടുത്ത് വെക്കണോ ബാലരാമ? നമ്മള് ഭരതം മോഹിച്ചൊരു കുട്ടിയല്ലേ അവള്. എന്ത് ഈശ്വരശാപം ദൈവപ്പെടുത്തി? ഒരിക്കലും പന്തലും പണ്ടവും പായസവും ഒക്കെ ഒരുക്കി വെച്ച് അവനെ കാത്തിരുന്നില്ലായിരുന്നോ നമ്മള്? ആരാ അതൊക്കെ വേണ്ടെന്ന് വെച്ചത്? ആരാ ഒക്കെ തകർത്ത് തരിപ്പണമാക്കിയത്? ഒക്കെ മറന്നു ദൈവപ്പെടുത്തി. എന്നാലും എന്റെ ബാലരാമ, ഒരെന്നാലുമില്ല. ഇനി അവനിട്ട് പന്ത് കെട്ടാൻ കൊടുക്കില്ല ഞാൻ എൻ്റെ മോളുടെ ജീവിതം. ഇനി ആർക്കും വേണ്ടാച്ച. പാടത്ത് നെല്ലി തെളിക്കാൻ കൊണ്ടുവച്ച വിഷമുണ്ട് അവിടെ, ക്ഷാരത്ത്. എടുത്തു കൊടുക്കാൻ ഞാൻ എൻ്റെ കുട്ടിക്ക്. ബാലരാമ, അല്ലാതെ ഞാൻ എന്താ പെങ്ങളെ പറയാ? അമ്മ അപ്പുറത്ത് പോ. അമ്മോട് അപ്പുറത്ത് പോവാനാ പറഞ്ഞത്. ചോദിക്കണേല് ബാലമാമയ്ക്കൊന്നും തോന്നരുത്. ശീലാവതി ഒന്നുമല്ല മീര എന്നെനിക്കറിയാം. ഒരുപാട് കാലം ഭരതേട്ടൻ കൊണ്ടു കടന്ന് ക്ലാവ് പിടിച്ച ഒരു കാഴ്ച പണ്ടം. വിശ്വനാഥ, വിഷമിക്കാൻ പറഞ്ഞല്ല, എന്നോടുള്ള വാത്സല്യം കൊണ്ടൊന്നും അല്ലല്ലോ ഇങ്ങനൊരു കാര്യം പറഞ്ഞ് ബാലമാമ വന്നേക്കണത്. അതെ, ഈ കച്ചവടത്തിൽ എനിക്കെന്താ ലാഭം? ചെയ്യാൻ പോണ ഈ മഹാത്യാഗത്തിന് എനിക്കെന്താ കൂലി? കൂലിയില്ലാത്ത പണ്ടം പേറാൻ വിശ്വനാഥനെ കിട്ടില്ല ബാലമാമ. ഞാനായിട്ട് അധ്വാനിച്ചുണ്ടാക്കി ഒരുപാട് സ്വത്തും മുതലും ഉണ്ട് ക്ഷാരത്ത്. ഒക്കെ മീരയ്ക്കുള്ളത്. അവൾക്കൊരു ജീവിതം കൊടുക്കാൻ തയ്യാറാച്ച നിനക്കും. ഈ മാസം 16-ാം തീയതി എനിക്ക് ദുബായിക്ക് മടങ്ങണം. അതിനു മുമ്പേ ആഘോഷമൊന്നും വേണ്ട, ഞാനും 2 ചങ്ങായിമാരും കാണും. മടക്കത്തി മണി കൃഷ്ണൻ അമ്പലത്തിന് ഒരു താലിയും കേട്ടാ എന്താ? എന്താ ഈ കുട്ടിയെ കാണിക്കണേ? എനിക്ക് ഇതിപ്പോ കഷായം കഴിച്ചതുകൊണ്ടോ ധാര കോരിയത് കൊണ്ടോ മാറണൊരു ദണ്ണല്ല. പഴക്കം ചെല്ലതിന് തക്കവണ്ണം സൂക്കേടിന് ശക്തി കൂടും. ഇപ്പൊ ശാന്തായിട്ട് നിൽക്കണം നോക്കിയിട്ട് കാര്യമില്ല. സ്നേഹം കൊടുക്കണം, ഇയാൾക്ക് കാരുണ്യം കൊടുക്കണം. ഒരു കള്ളനെ പോലെ എപ്പോഴും പുറകെ പതുങ്ങി നടന്ന് എപ്പോഴായി മനസ്സ് പാളിപ്പോകാൻ തുടങ്ങുന്നത് എന്ന് കണ്ടുപിടിച്ച് ആത്മബലം കൊണ്ട് നിയന്ത്രിക്കണം ഇയാളെ. കുട്ടിക്ക് കഴിയോ അതിന്? കഴിയും. കണ്ണിലെ കൃഷ്ണമണി പോലെ എന്റെ ഏട്ടന്റെ കൂടെ എപ്പോഴും ഉണ്ടാവും ഞാൻ. 1001 ജപിച്ച നെയ്യ 21 ദിവസം വെറും വയറ്റിൽ ഇതങ്ങോട്ട് കഴിക്കുക. എന്നിട്ടാവാം മറ്റു പ്രതിവിധികള്. ഇതാ അന്ന് ഈ കുട്ടിയായിട്ടുള്ള കല്യാണല്ലേ മുടങ്ങിപ്പോയത്? അതെ. പാടില്ല ശാരടി, ഈ വിവാഹം നടക്കണം. പ്രകൃതിക്ക് പുരുഷൻ, പുരുഷന് പ്രകൃതി. അതാ പൊരുത്തം, അതാ നിയമം. എന്തിനു മടിക്കണം എന്റെ വേദാന്ത പൊരുളെ? ഈശ്വരന്മാരോടൊപ്പം ഈ നമ്പീശനുണ്ട് കൂടെ. സൂക്കടൊക്കെ പുഷ്പം പോലെ മാറ്റിത്തരുന്നുണ്ട് ഞാൻ. ധൈര്യമായിട്ടിരിക്കൂ. അമ്മേ, അമ്മേ, ഒരു നിലവിളക്ക് കത്തിച്ചു വയ്ക്ക. ലക്ഷ്മി, താലത്തിലൊരു പുടവ ഇങ്ങോട്ട് എടുക്ക. കുരവ ഇടാൻ അറിയോ ഗോവിന്ദ മാമയ്ക്ക്? വീണ്ടും വയ്യാണ്ടായോ ഭരതൻ നിനക്ക്? ഞാൻ ഭ്രാന്ത് പറയല്ല, എന്റെ കല്യാണം നടക്കാൻ പോവാ. ഈ വീട്ടുമുറ്റത്ത് വെച്ച് ഇപ്പൊ ഇറങ്ങി വരിക. കീഴ്പള്ളി നാരായണ നമ്പീശൻ വാക്ക് തന്നു, ചൂക്കേടൊക്കെ ഭേദമാക്കി തരാന്ന്. മീനെ താലി കെട്ടിക്കൊള്ളാൻ അനുവാദം തന്നു. പറഞ്ഞ വഴിക്ക് കൃഷ്ണന്റെ അമ്പലത്തിൽ വെച്ച് ഞാൻ ഇവളുടെ കഴുത്തിൽ മിന്നു കെട്ടി. അനുഗ്രഹിക്കണം അമ്മയും ഗോവിന്ദ മാമയും ഞങ്ങളെ. തൊട്ടുപോരുത് എന്റെ കുട്ടിയെ, കൊല്ലും ഞാൻ ഇയാളെ. എവിടെ എവിടെ എന്റെ പെട്ടി വെട്ടിപ്പൊളിച്ച മയു ഗോവിന്ദ മാമേ, കൊല്ലും ഞാൻ ഇയാളെ. അമ്മേ, ഗോവിന്ദ മാമേ, തുറക്ക, കഥ തുറക്ക, കഥ തുറക്ക. അമ്മേ,
കഥക് തുറക്കുക. ബാലരാമ ഏട്ടന് ഇടപെടണ്ട. കൊണ്ടുപോകരുത് അവളെ. കൃഷ്ണന്റെ അമ്പലത്തിൽ നിന്ന് ഭരതൻ താലി കെട്ടിയ പെണ്ണാവള്. ഭ്രാന്തനാവൻ, ഭ്രാന്തൻ. ഇന്ന് കൃഷ്ണന്റെ അമ്പലത്തിൽ കൊണ്ടുപോയി താലി കെട്ടും, നാളെ ഭദ്രകാളിന്റെ അമ്പലത്തിൽ കൊണ്ടുപോയി കരുത്തിറക്കും. അതിനൊക്കെ ഞാൻ കൂട്ടിക്കണോ? വാടി ഇവിടെ. മീര, കൊണ്ടുപോകരുത് അവളെ. മീര, ഹേ. ഏട്ടാ, ഊണ്. കൊണ്ടുപോടാ അവിടുന്ന്. കാലത്ത് തെക്കേ മുറ്റത്ത് വെച്ചുകൂടെ, ബലിക്കാക്ക വന്ന് കുത്തിക്കൊള്ളും. ഏട്ടന് പിണ്ണം വയ്ക്കാൻ വന്നിരിക്കുന്നു. അങ്ങനൊന്നും പറയില്ല എൻ്റെ ഏട്ടൻ. എന്തിനായിരുന്നു പ്രഭാകര കെട്ടി എഴുന്നള്ളിച്ച് എന്നെ കൊണ്ടുവന്ന്? ദൂരെ ദിക്കിൽ എവിടെയെങ്കിലും കിടന്നങ്ങോട്ട് ഒടുങ്ങിപ്പോയില്ലായിരുന്നോ ഞാൻ? പ്രശ്നം ഉണ്ടാക്കും ഏട്ടൻ. പ്രശ്നം ഉണ്ടാക്കിയ ആരോട്? എന്തിന്? തുറന്നുവിടാൻ പോവാ ഞാൻ ഏട്ടനെ. വേണ്ട. ഈ പത്തായപ്പരയെ കിടന്ന് പുഴുത്ത് പെടഞ്ഞ് നരകിച്ച് മരിച്ചോളാം ഞാൻ, ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കാതെ. എവിടെ ഭരതേട്ടൻ? എന്താണോ കാര്യം? അതെ, അവിടെ പറഞ്ഞോളാം. ഞാൻ അറിയാൻ പാടില്ലാത്ത കാര്യമാണോ? എല്ലാ കാര്യങ്ങളും തനിക്ക് അറിഞ്ഞേ പറ്റുന്നുണ്ടോ? വീട്ടിൽ കയറി വന്ന് പ്രശ്നം ഉണ്ടാക്കരുത് ദുഷ്യൻ. പ്രശ്നം ഉണ്ടാക്കിയ നീ എന്ത് ചെയ്യും? കഴുത്തെന്ത് തല എങ്ങോട്ട് വേണ്ടി വന്ന് അതും ചെയ്യും. വിശ്വനാഥ, ഭ്രാന്തുണ്ടോ നിനക്ക് എന്ന് ചോദിക്കാനുള്ള അവകാശം എനിക്കില്ല. കാരണം അതുള്ളത് എനിക്കാണല്ലോ. എന്തിനാ കുട്ടിയെ, എന്തിനാ ഈ വെപ്രാളം കാണിക്കണേ? ആരോടെ, എന്തിനാ നിന്റെ ഈ ശോഭം? അത് ശരി, അരി നിന്ന് ആചാരിച്ചും കടിച്ചു പിന്നെ എന്നെ ഉപദേശിക്കാൻ വരരുത്. നാളെ ഞാൻ വന്ന് കൊണ്ടുപോവാ മീരെ എന്റെ പെണ്ണായിട്ട്. എതിര് നിൽക്കാൻ ഇടങ്ങറുണ്ടാക്കാനും വരരുത് ആരും. വിശ്വനാഥ, വരട്ടണ്ട. നിങ്ങൾ കുപ്പയിലേക്ക് വലിച്ചെറിഞ്ഞൊരു എച്ചില ഞാൻ ഉണ്ടാൻ പോണെന്ന് എനിക്കറിയാം. ഇനി അതിന്റെ ഒരു അസ്ഥി കഷ്ടത്തിന് വേണ്ടി കടിപിടി കൂടാൻ വന്നാല് വിവരമൊപ്പം മനസ്സിലാവും. വിശ്വാനാ പറയുന്നത്.